ഹലോ മക്കൾസ്, ബാബു സാറാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മുടെ ഫൈനൽ എക്സാം ഒക്കെ അടുത്ത് വരികയാണ്. നമുക്ക് പരീക്ഷയിൽ ചോദിക്കുന്ന ഹിന്ദി പരീക്ഷയിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പോസ്റ്റർ തയ്യാർ കീജിയ എന്നുള്ളത്. നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനമായി പോസ്റ്റർ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ള ഗർ എന്ന് പറയുന്ന കഹാനി പ്രഭാത് എഴുതിയിരിക്കുന്നത്. ഈ പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് വരാവുന്ന ഒരു പോസ്റ്റർ ചോദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. എങ്ങനെയാണ് ആ ചോദ്യം? നോക്കിയ മക്കളെ, പ്രകൃതി സബ്കാ ഘർ ഹേ, പ്രകൃതി എല്ലാവരുടെയും വീടാണ്. അവിടെ മനുഷ്യന്റേത് മാത്രമല്ല, പ്രകൃതി സബ്കാ ഘർ ഹേ. വിഷയ് പർ, ഈ വിഷയത്തിനെ പർ ഏക് സങ്കോഷ്ടി ചലാ രഹാ ഹേ, പ്രകൃതി എല്ലാ ജീവജാലങ്ങളുടെയും ഭവനമാണ്, വീടാണ് എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് ഒരു സങ്കോഷ്ടി എന്ന വാക്കിന്റെ അർത്ഥം മക്കളെ സെമിനാർ എന്നാണ്. ചൽ രഹാ ഹേ. നിങ്ങളുടെ സ്കൂളിൽ ഇസ്കേൽ ഇതിനു വേണ്ടി പോസ്റ്റർ തയ്യാറാക്കി, ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ ആ പോസ്റ്റർ നമുക്ക് എങ്ങനെ എഴുതാം? ഇതാണ് ആ പോസ്റ്റർ. പോസ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ വലുതാക്കി പേപ്പറിൽ പരമാവധി ഏരിയയിൽ ബോർഡർ ഒക്കെ ഇട്ടിട്ട് വേണം മക്കളെ നമ്മൾ എഴുതാൻ. നമ്മൾ ഡബിൾ ലൈനൊക്കെ ഇട്ട് എഴുതിയിട്ട് ഇടയ്ക്ക് പെൻസിൽ കൊണ്ട് ഷെയ്ഡൊക്കെ കൊടുത്ത് വളരെ കണ്ടീഷൻ ആക്കാം. നോക്കൂ, മാത്രമല്ല 5-6 വരികൾക്ക് അപ്പുറമൊന്നും പോസ്റ്ററിലെ കാര്യങ്ങൾ വേണ്ട. അതുള്ളത് വൃത്തിയും വെടുപ്പായിട്ട് എഴുതണം. നോക്കൂ, പ്രകൃതി സബ്കാ ഘർ ഹേ, പ്രകൃതി എല്ലാവരുടെയും വീടാണ്. സങ്കോഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? സെമിനാർ. എന്ന് നോക്ക്, 22 ജനുവരി 2025 ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡേറ്റ് ചെയ്താം. ഓക്കെ, ഇനി ചോദ്യ പേപ്പറിൽ ഒരു ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, സുബഹ് 10 ബജെ, രാവിലെ 10 മണിക്ക്. ഓക്കെ, രാവിലെ 10 മണിക്ക്. സ്കൂൾ സഭാഗൃഹമേ, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ എന്നാണ് അർത്ഥം. സബ്കാ സ്വാഗത്, എന്നിട്ട് എല്ലാവർക്കും സ്വാഗതം. ഹിന്ദി ക്ലബ്ബ്. ഇങ്ങനെ എഴുതി വെച്ചാൽ പോസ്റ്റർ വളരെ വൃത്തിയായി എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്ററിന് ഫുൾ മാർക്ക് 4 മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാം. പ്രകൃതി സംരക്ഷൺ കി സന്ദേശ് ദേത്തെ ഹുയേ ഏക് പോസ്റ്റർ തയ്യാർ കീജിയേ. ഒന്നാമത്തത്, പ്രകൃതി എല്ലാവരുടെയും വീടാണ് എന്ന് പറയുന്ന സന്ദേശം നൽകുന്ന വിഷയത്തെ കുറിച്ച് ഒരു സങ്കോഷ്ടി സെമിനാർ നടക്കുന്നു. അതിന് ആളുകളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്ററാണ് നമ്മൾ ഉണ്ടാക്കിയത്. എന്നാൽ ഇത് പബ്ലിക് ഇൻഫർമേഷൻ ആയി എല്ലാവർക്കും പൊതുബോധം നൽകാൻ വേണ്ടിയുള്ള ഒരു ഫംഗ്ഷൻ അല്ല. പ്രകൃതി സംരക്ഷൺ കി സന്ദേശ് ദേത്തെ ഹുയേ ഏക് പോസ്റ്റർ തയ്യാർ കരി, പ്രകൃതിയെ സംരക്ഷിക്കേണ്ടുന്ന ആവശ്യകതയെ കാണിച്ചുകൊണ്ട് എല്ലാവരെയും ബോധവൽക്കരിക്കാൻ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് അത് ഇങ്ങനെ ഇതാ. നോക്കൂ മക്കളെ, പ്രകൃതി അമാരി മാം ഹേ, പ്രകൃതി നമ്മുടെ അമ്മയാണ്, പ്രകൃതി നമ്മുടെ അമ്മയാണ്. പിന്നെ പറയുന്നത് എന്താണ്? പശു എന്ന് പറഞ്ഞാൽ മൃഗങ്ങളാണ്, പക്ഷി എന്ന് പറഞ്ഞാൽ പക്ഷികളാണ്. അപ്പൊ പശു പക്ഷി എന്ന് പറഞ്ഞാലോ പക്ഷിമൃഗാദികൾ. ഹമാരെ, നമ്മുടെ സഹജീവി ഹേ, ഈ പ്രകൃതിയിലെ മറ്റെല്ലാ ജീവജാലങ്ങളും നമ്മുടെ സഹജീവികളാണ്. പേട് വൃക്ഷം, പൗധ എന്ന് പറഞ്ഞാൽ ചെടികൾ. പേട് പൗധ എന്ന് പറഞ്ഞാൽ എല്ലാ സസ്യലതാദികളും എന്നർത്ഥം. പ്രകൃതിക്ക്, പ്രകൃതിയുടെ ഫേഫഡ ഹേ, ഫേഫഡ എന്ന് പറഞ്ഞാൽ ശ്വാസകോശമാണ്. എല്ലാ മരവും വെട്ടി മുറിച്ച് പുല്ലും ചെത്തി കോരി കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശ്വസിക്കാൻ ഓക്സിജൻ ഉണ്ടാകില്ല. അപ്പൊ ഒരു മരം മുറിക്കുമ്പോൾ മാതാവിന്റെ ശ്വാസകോശത്തെ മുറിക്കുകയാണ് നമുക്ക് ഓർമ്മ. നദിയാം രക്തധമനിയ ഹേ, നദികളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നദിയാം എന്ന് പറയുന്നത് രക്തധമനിയ ഹേ, അമ്മയാകുന്ന ഭൂമി ദേവിയുടെ ശരീരത്തിലെ രക്തക്കുഴലുകളാണ് നദികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ രക്തക്കുഴലിൽ രക്തത്തിൽ മാലിന്യം ചേർന്ന് സകല ജീവജാലങ്ങളും ചത്തില്ലാതായിപ്പോ മാതാവിന് മരണം സംഭവിക്കും. ജൽ ജീവാമൃത ഹേ, അത് തെളിനീരായി ഒഴുകേണ്ടതുണ്ട്. നമ്മൾ അങ്ങനെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഏത് അരുവിയിലെയും വെള്ളം എടുത്ത് നമുക്ക് കുടിക്കാൻ കഴിയണം, മറ്റു ജീവജാലങ്ങളെ പോലെ. അപ്പൊ അതുകൊണ്ട് ജൽ ജീവാമൃത ഹേ, ജലം ജീവന്റെ അമൃതാണ്. പ്രകൃതിക്ക് രക്ഷ, നിങ്ങൾ പ്രകൃതിയെ സുരക്ഷിതമാക്കി നിർത്തൂ. അങ്ങനെ വരുമ്പോൾ ഹമാരി സുരക്ഷ, നമ്മൾ സേഫായി. അല്ലാതെ മലയൊക്കെ തുറന്ന് റെഡിയാക്കിക്കൊണ്ടു നമ്മൾ വലിയ ഹൗസുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള മലയോട് വന്നിട്ട് നമ്മളെ കടലിൽ തള്ളിക്കളിയും വീടക്കും. അപ്പൊ പ്രകൃതിയെ മുറിവേൽക്കാതിരിക്കൂ, അപ്പോൾ മാത്രമാണ് നമ്മൾ സേഫ് ആവുന്നത്. അപ്പോ സ്കൂൾ നാച്ചുറൽ ക്ലബ്ബാണ് ഈ പോസ്റ്റർ ഉണ്ടാക്കുന്നത്. ഇതാണ് പ്രകൃതി സംരക്ഷണത്തിന്റെ സങ്കോഷ്ടിയും പ്രകൃതി സംരക്ഷണത്തിന്റെ മെസ്സേജ് നൽകുന്ന പോസ്റ്റർ ഗർ എന്ന പാഠത്തെ ആസ്പദമാക്കി ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ റെഡിയല്ലേ? മറന്നുപോയത്, ഈ ചോദ്യം വന്നാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടണം. ഓക്കെ, മറ്റു പോസ്റ്ററുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം. താങ്ക് യു.